ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു പ്രഭാഷകൻ, ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞപ്പോൾ ഞാനത് കേട്ട് ഇടയ്ക്കിടയ്ക്ക് കരയും. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മ ഒരു സാധാരണക്കാരിയാണ്, എൻ്റെ ഉമ്മ ഒരു ഗ്രാമവാസിയാണ്, എൻ്റെ ഉമ്മാക്ക് ഖുർആൻ അറിയില്ല, എൻ്റെ ഉമ്മാക്ക് അക്ഷരാഭ്യാസമില്ല, എൻ്റെ ഉമ്മ നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള സ്റ്റേജുകളും ഭൗതികമായ അഭിവൃദ്ധികളും ഉയർച്ചകളും ഒന്നും കണ്ടിട്ടില്ല. എൻ്റെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്നിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ശകാരിക്കും. ഞാൻ അവരെ തിരിച്ചു പേടിപ്പിക്കും. അദ്ദേഹം പറയാണ്, ഞാൻ ഉമ്മയെ തിരിച്ചു പേടിപ്പിക്കുമ്പോൾ അവർ പേടിച്ച് വിറച്ചു നിൽക്കും. അദ്ദേഹം പറയാണ്, ഒരു ദിവസം എൻ്റെ ഉമ്മ എന്നോട് കോപത്തോടു കൂടി ചില കാര്യങ്ങൾ സംസാരിച്ചു, ദേഷ്യത്തോടു കൂടി സംസാരിച്ചു. ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ദേഷ്യമല്ലേ, മിണ്ടൂലല്ലേ, ഞാനുമായിട്ട് പണക്കത്തിലല്ലേ, പോട്ടെ, സാരമില്ല, ഇതൊരു ബുക്കാണ്. ഈ ബുക്കിൽ ഹാഫിളായ ഞാൻ നാളെ മഹ്ശറയിൽ ശുപാർശ ചെയ്ത് സ്വർഗത്തിൽ കയറ്റുന്ന ചില ആളുകളുടെ പേര് രഹസ്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ശുപാർശ ചെയ്ത് സ്വർഗത്തിൽ കയറ്റുന്ന ചില ആളുകളുടെ പേര് ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഉമ്മ, നിങ്ങൾക്ക് എന്നെ വേണ്ടല്ലേ, ഇഷ്ടമല്ലേ, ദേഷ്യമല്ലേ, ഞാൻ നിങ്ങളുടെ പേരങ്ങ് വെട്ടി, ഇനി നിങ്ങളുടെ പേര് അതിനകത്ത് ഉണ്ടാവില്ല, നിങ്ങളുടെ പേരുണ്ടാവില്ല. അപ്പൊ ആ ദേഷ്യത്തിൽ ഉമ്മ എന്നോട് പറയും, പിന്നെ സ്വർഗം നിന്റെ ഉപ്പാന്റെ സ്വത്തല്ലേ, നിനക്ക് തോന്നുന്ന പോലെ എഴുതാൻ, നിന്റെ ഉപ്പാന്റെ സ്വത്തല്ലേ. ഉമ്മ ചോദിക്കുന്നത്, ഉപ്പാന്റെ സ്വത്തായിക്കോട്ടെ, ഉമ്മാന്റെ സ്വത്തായിക്കോട്ടെ, നിങ്ങളുടെ പേര് ഞാൻ വെട്ടി, ഇനി മേലിൽ നിങ്ങൾക്ക് എന്റെ ഷഫാത്തിൽ സ്വർഗത്തിൽ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, അദ്ദേഹം പറയാണ്, കുറച്ച് സമയത്തിന് ശേഷം എൻ്റെ ഉമ്മ മെല്ലെ എൻ്റെ അരികിൽ വന്നു. കൊച്ചു മകനെ മാറോട് അണച്ചു ചേർത്ത് ചുംബനം നൽകുന്നത് പോലെ വലിയ ഷെയ്ഖും പ്രഭാഷകനും പ്രാസംഗികനും ഒക്കെയായ എൻ്റെ ഉമ്മ എന്നെ അണച്ചു ചേർത്തിട്ടു, മോനെ, ഞാൻ എൻ്റെ കോപം കൊണ്ടും ദേഷ്യം കൊണ്ടും ഞാൻ പറഞ്ഞു പോയതാടാ, എൻ്റെ പേര് വെട്ടല്ലേ, എൻ്റെ ഷഫാഅത്ത് കൊണ്ട് സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ ലിസ്റ്റിൽ നിന്നും നീ മായ്ച്ചു കളയട്ടെ, മനം ചേർക്കണേ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ 1000 അനുഭവങ്ങൾ നമ്മുടെ ഉമ്മമാരെ കുറിച്ച് നമുക്ക് പറയാനുണ്ടാകും, നമ്മുടെ ഉപ്പമാരെ കുറിച്ച് നമുക്ക് പറയാനുണ്ടാകും. ഇന്ന് ഞാൻ ഈ പ്രസംഗിക്കുന്ന ശബ്ദം എനിക്ക് സമ്മാനിച്ചത് എൻ്റെ ഉമ്മയാണ്. ഞാൻ ഈ ഓതുന്ന ഖുർആനായത്ത് ഓതാനുള്ള ശേഷി എനിക്ക് സമ്മാനിച്ചത് എൻ്റെ ഉപ്പയാണ്. അഥവാ അള്ളാഹു അതിന് കാരണക്കാരാക്കിയത് എൻ്റെ ഉമ്മയെയും ഉപ്പയെയുമാണ്. ഇരിക്കുന്ന എൻ്റെ പ്രിയ